നല്ല നല്ല ഉച്ച വേറെ നല്ല ഇതാണ്. അത് മാർക്സിസ്റ്റ് ആവുന്നല്ലേ, അപ്പൊ കാര്യമായിട്ട് കൈകാര്യം ചെയ്യും. അത് ദിവസവും കൂടെ അതിന്റെ പേരിൽ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ഇതുവരെ കുഴപ്പമില്ല. ഇനി സ്വപ്നം പഴകുമ്പോഴാണ് ഏറ്റവും കുഴപ്പം വരുന്നത്. ഭരിക്കാൻ കയറുമ്പോൾ കുറച്ച് ഒരു വർഷത്തേക്ക് കറക്റ്റായിട്ട് ഭരിക്കും, പിന്നീട് രാഷ്ട്രീയപരമായിട്ടെല്ലാം ബന്ധപ്പെടും. 5 വർഷത്തെ ഭരണം കൊണ്ടുള്ള നമുക്ക് സന്തോഷമായിരുന്നു, എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുക. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് ഈ വണ്ടി ഈ കോർപ്പറേഷൻ്റെ ഇതിലൊരു സബ്സിഡി തന്നത്. ആ വണ്ടി എടുത്ത് ഇപ്പം 3 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം ആവണം. ഈ സബ്സിഡി 2 മാസം, ഈ വണ്ടി എടുത്ത് 2 മാസത്തിൻ്റെ സബ്സിഡി തന്നെന്നും പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് പേപ്പർ തന്നു. ഞാനത് ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച് ബാങ്കുകാർ പറഞ്ഞു ബാങ്കുകാരിലില്ല, അവർ അയച്ചിട്ടില്ല അക്കൗണ്ട് നമ്പറിൽ. അത് ഞാൻ കൊണ്ടുവന്ന് ഇവിടുത്തെ ഓഫീസർ കൊടുത്തപ്പോൾ എനിക്ക് തന്ന ആ ഓഫീസർ അവിടെ നിന്ന് മാറിയ ശേഷം വേറൊരു ഓഫീസർ വന്നു. ആ സാറിനെല്ലാം കൊടുത്തു. ആ സാറിൻ്റെ കൊടുത്തപ്പോഴത്തേക്ക് അവർ നിങ്ങൾ അവിടെ പോയി ബാങ്കിൻ്റെ അക്കൗണ്ട് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമുക്ക് വഴിയാണ് കേൾക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. മേയർ ആര്യാരാജ്യത്തിന് മേയർ എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം? നമുക്ക് ഈ സർക്കാരിനെ പറ്റി ഒരു അഭിപ്രായവും പറയാനുമില്ല, ഒന്നും. മേയർ പ്രവർത്തനം വളരെ നല്ലതാണ്. ഇത്രയും നല്ലൊരു ഭരണം കഴിവുള്ള അവർ കഴിവ് തെളിയിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മേയറായി. ചിലർ പറഞ്ഞാൽ അവർ കുട്ടിയാണ്, അവരെ കൊണ്ട് സാധിക്കത്തില്ലെന്ന്. പക്ഷേ എത്രയൊക്കെ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അവർ വളരെ മികച്ച പ്രവർത്തനമാണ്. കോർപ്പറേഷനിൽ ഓരോ റോഡുകൾ നോക്കിക്കോ, അങ്ങനെ വളരെ മികച്ച പ്രവർത്തനമാണ് ആര്യരാജൻ നടത്തുന്നത്. പ്രവർത്തനങ്ങളെ പറ്റി എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. പുള്ളിയുടെ പ്രവർത്തനം നന്നായിട്ട് പോയിട്ട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ സാർ. പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്താവോ? നല്ലതായിരുന്നോ, സന്തോഷമായിരുന്നോ? മേയർ എന്നുള്ള നിലയിൽ വളരെ ഫലപ്രദമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരി എന്നുള്ള നിലയ്ക്ക് ആ എരുമക്കുഴിയൊക്കെ റെഡിയാക്കി എടുത്തത് ഈ സമീപകാലത്തൊന്നും കോർപ്പറേഷൻ ചെയ്യാത്തൊരു വലിയ കാര്യമാണ് ചെയ്ത് തീർക്കാൻ പറ്റിയത്. അതൊക്കെ വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ ഭാവി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പൊതുവെ നല്ല പ്രവർത്തനം. ഒരു വനിത എന്ന പരിമിതിക്ക് അപ്പുറം നിന്നുകൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ടാണ് ULD പോയിലും റെക്കോർഡായിട്ട് വരാൻ സാധിച്ചത്. പ്രവർത്തനങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വാർഡുകൾ എല്ലാവരും നല്ല രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പേട്ട വാർഡ് സംബന്ധിച്ച് സുജാദേവി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് മേയറുടെയും കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും. ലോകത്തൊരു കുട്ടി കാണില്ലല്ലോ, അതിൻ്റെ പ്രവർത്തിച്ച് വന്ന സംഘടന ബാലസംഘത്തിൽ കൂടി വന്നതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ആ കുട്ടിയുടെ പ്രവർത്തനത്തിലുണ്ട്. വളരെ ഭംഗിയായിട്ട്, അത് കുട്ടിയല്ല, വളരെ ആരാധ്യമായിട്ടുള്ള മേയറാണ്, നമ്മുടെ നഗര പിതാവാണ് ആര്യ. വളരെ നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്, വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. പിന്നെ ഈ ചാനലുകളിൽ എന്തെങ്കിലും വളരെ ഇതായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞു പോണതാണ്, അതിൽ വേറെ കഥയൊന്നുമില്ല. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു വിലയിരുത്തലാണ് ചോദിക്കുന്നത്. അവരെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവരുടെ പ്രവർത്തനത്തിൽ ഒരു മംഗലുണ്ടായി. ആദ്യം നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭക്ഷണം വിളമ്പിയാലും വാഹനങ്ങൾ പല സാധനങ്ങൾ എത്തിച്ചതിൽ തന്നെ ഒരുപാട് മായങ്ങൾ കണ്ടെത്തി വെട്ടിപ്പോൾ. അപ്പോൾ അവർ ചെറുപ്പമായതുകൊണ്ട് ഒരു ക്ഷമ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഈ സിറ്റിയിൽ കംപ്ലീറ്റ് മാലിന്യങ്ങൾ മാറ്റാതെ അവരുടെ അറിവോടും കൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. കാരണം മേയർ മാത്രം വിചാരിച്ചാൽ മതി തിരുവനന്തപുരം സിറ്റിയെ അതിസുന്ദരമായ ഒരു ഗ്രീൻ സിറ്റിയാക്കി മാറ്റാൻ സാധിക്കും. പാർട്ടിയുടെ പൂർണ്ണ സപ്പോർട്ട് അവർക്കാണുള്ളത്. ഇഷ്ടം പോലെ വരുമാനമുള്ള ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ, ഇതര കോർപ്പറേഷൻ അപേക്ഷിച്ചിട്ട്. പക്ഷേ ഒരു കാരണവശാലും അവർ ആരുടെ ശിൽപ്പടിക്ക് നിന്നും കൊണ്ട് ഇതെല്ലാം അതുപോലെ കിടക്കുകയാണ്. ഇപ്പം മാത്രമല്ല, നമ്മുടെ റെയിൽവേയുടെ തൊട്ടടുത്ത് അന്ന് അഴുക്ക് ചാലിൽ വീഴുന്ന ഒരു ആളുണ്ട്. ആ ആളുടെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടപരിഹാരമോ മറ്റു കാര്യങ്ങളൊന്നും നാളിതുവരെയും കൊടുത്തിട്ടില്ല. അന്ന് മുൻ ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് അവരെ വീട്ടിൽ പോയി പല കാര്യങ്ങളും അവർക്ക് ശുപാർശ ചെയ്തതാണ്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. സർക്കാർ വഴിക്കേ പോകുന്നുള്ളൂ. നാട്ടുകാരിലെ ജനങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിന് യാതൊരു കയ്യും കണക്കുമില്ല. അവരെക്കുറിച്ച് മതിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു മതിപ്പും ഇല്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ ചെറുപ്രായത്തിൽ നല്ലത് വിചാരിക്കുന്നു, നല്ലത് ചെയ്താൽ നല്ലതായിരിക്കണം. തുടക്കത്തിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ഈ ഇടക്കാലത്ത് ചെറിയ ഇശ്വന്തരായിട്ടുണ്ട്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. നിന്ന് ജയിച്ച് അങ്ങനെ മേയർ സ്ഥാനം കിട്ടി, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് വലിയ കുഴപ്പമില്ല. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ അത് വലിയ ഇതായിട്ട് എടുക്കേണ്ട കാര്യമല്ല. മേയറിനുള്ള രീതിയിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ജനങ്ങൾ വാദമായിട്ട് പറയുന്നു എന്നല്ലാതെ എനിക്ക് വ്യക്തിപരമായി വേറെ മറ്റു അഭിപ്രായങ്ങൾ പറയാറില്ല. വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.